ഇത് പലചരക്ക് കടക്കാരൻ രാഘവന്റെ ഫോണാണ്. 10,000 രൂപയാണ് ഞാനിന്ന് കൊടുക്കാനുള്ളത്. ഇത് നാരായണന്റെ ഷാപ്പിലെ ഫോൺ. 20,000 രൂപയാണ് ഞാൻ ഒന്ന് കൊടുക്കാനുള്ളത്. ഇത് മിസ് കോൾ. എന്റെ പാട്ടിയാണ്. എന്റെ മകൻ ഓസ്കാർ കിട്ടിയെന്നു. എന്റെ മകൻ ഓസ്കാർ കിട്ടിയെന്നു. ദൈവമേ, മാധവി മാധവി, നമ്മുടെ മകൻ ഓസ്കാർ കിട്ടിയെന്ന് അത് മുഴുവൻ വിളിച്ചറിയിക്കണേ. അച്ഛാ, എന്താ എന്താ മോനെ? അച്ഛാ അച്ഛാ, എന്നെ രക്ഷിക്കച്ചാ, എന്നെ രക്ഷിക്ക. എന്താ മോനെ? പലിശക്കാരൻ മെഴുകുതിരി വാസു എന്നെ കൊല്ലാൻ വരുന്നച്ചാ. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കച്ചാ, രക്ഷിക്ക. മോനെ, നീ തൽക്കാലം നീ അലമാരി കയറി വിളിക്കും. വേണ്ടച്ചാ, വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം അവിടെ തന്നെ എന്നെ പൊക്കിയത്. ഇല്ലെങ്കിൽ നമ്മൾ തട്ടിപ്പുറം. അത് ചെതലടിച്ചിരിക്കല്ലേ, എന്നിട്ട് അതിന്റെ മേലെന്ന് തലയെക്കുട്ടി വീഴണം അല്ലേ? തൽക്കാലം ഒരു കാര്യം ചെയ്യുമ്പോൾ അവനിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ നോക്കിട്ട് ഒറ്റ മാർഗമുണ്ട്. നീ ഇവിടെ ഇരുന്നു. ഇത് അച്ഛന്റെ ബാല്യ ഡ്രസ് അല്ലേ? നിനക്ക് രക്ഷപ്പെടണമെന്ന് നീ ഇവിടെ കയറി ഇരിക്കും. ആ ശരി. സിഗരറ്റിനാണ് കയറിയത്. അവനൊന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുത് അവനെ. അവൻ വരുമ്പോ ഞാൻ അന്വേഷിച്ചത് പറയണം. പിന്നൊരു കാര്യം, എന്റെ നീ ബാല്യ തുടങ്ങാൻ മേടിച്ച 50,000 രൂപയുടെ പലിശ സഹിതം എനിക്ക് ഇന്നിവിടെ കിട്ടണം. അറിയാം, ഞാൻ പോകുന്നു. ഇനി ഞാൻ വരും. മോനെ, നീ വാസുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടടാ. എനിക്ക് പോലെ ഇനി വേഗം വാസുവിന്റെ കൈ കൊണ്ട് ചാകുന്നതായിരുന്നു. മോനെ, ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ് ഞങ്ങൾക്ക്. എന്റെ മകൻ ആദ്യമായി ഓസ്കാർ കിട്ടിയതിന്റെ സന്തോഷമാണ് ഈ നാടാകെ. ഈ നാട് മുഴുവൻ ഞാൻ വിളിച്ചു പറഞ്ഞതാ. എന്ത് നിനക്ക് ഓസ്കാർ കിട്ടിയെന്ന്? എന്റെ പൊന്നച്ച, വാസുവിനെ പേടിച്ച് ഓടുന്ന വഴിക്ക് ഓസിനൊരു കാറ് കിട്ടി. അതിൽ കയറിയാ ഞാൻ ഇവിടെ വന്നത്. അതാണ് ഓസ്കാർ. അതാണല്ലേ ഓസ്കാർ. നീ ഇങ്ങ് വന്നേ. എന്താ വെച്ചാ? മാധവി, മാധവി, മുതലാളി പാലത്തവണ വിളിച്ചു. ഇനിയും നീ വിളി കേട്ടില്ല എങ്കിൽ ഞാൻ നല്ല രണ്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. മുളന്തടിയല്ല, മോളന്തിയെന്ന്. മാധവി, മോൾക്ക് പ്രായമായി. ഞാൻ നമ്മുടെ മോള് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അല്ല, വിവാഹം കഴിച്ചയക്കാൻ തീരുമാനിച്ചു. ഞാൻ ഭയങ്കര ആസ്പത്രി മണി 10 എന്നിട്ട് മൂട്ടിപ്പൊതിച്ച് കിടന്നുറങ്ങുക മൂധരി. ഇവർക്ക് ജന്മം കൊടുത്ത സമയത്ത് വല്ല വാലിൽ വെച്ചാൽ മതിയായിരുന്നു. മാധവി, അർദ്ധരാത്രി 12 മണിക്ക് ആരും വാഴ വയ്ക്കാറില്ല. മകളെ കുറിച്ച് ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നു മാധവി. ഇത്രയും ദുഃഖങ്ങൾ മനസ്സിലൊതുക്കി നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുന്നു? നിങ്ങൾക്കൊന്ന് മുട്ടിക്കരഞ്ഞൂടെ? അല്ലെങ്കിൽ എന്നെ ഒന്ന് തല്ലിക്കൂടെ? എന്താ ആ പലിശക്കാരൻ മെഴുകുതിരി വാസു വീട്ടിൽ വന്ന് കൊല്ലാൻ വരുന്നച്ചാ. എന്താ മോനെ, പഴയതുപോലെ നീ ഇങ്ങോട്ട് കയറിക്കോ. എന്റെ പട്ടി. എങ്കിൽ മോനെ, തൽക്കാലം നീ ഇവിടെ ഇരിക്കും. സത്യം പറയുന്നതല്ലോ വാസു. എന്റെ മകൻ ഇവിടെ ഇല്ല. എന്റെ കണ്ണിലെന്ത് കുരുവാ? നിന്റെ മുമ്പേലടാ മൂടി പതച്ചിരിക്കുന്നത്. ചേരട്ടമ്മ കടിക്കാൻ ശരിയാ, പോയിട്ട് വരാം. ഒരു കണ്ടീഷൻ, ഈ നാടകം കഴിയുമ്പോൾ എന്റേത് വാങ്ങിയ 50,000 രൂപയും പലിശ എനിക്ക് കിട്ടണം. നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ മോളെ ഇന്ന് പെണ്ണു കാണാൻ വരുന്ന ദിവസമല്ലേ? ചെറുക്കനെ കുറിച്ച് അറിയാമല്ലോ. ചെറുക്കൻ SP SP ബാലസുബ്രഹ്മണ്യം. അതല്ല മനുഷ്യ, സ്ഥലം പോലീസ് സൂപ്രണ്ട. ആ പിന്നെ ചെറുക്കനൊരു കാര്യമുണ്ട്. അവൻ എന്ത് ചോദിച്ചാലും പോലീസ് സ്റ്റൈലിലെ ചോദിക്കണമെന്നാണ് ബ്രോക്കർ പറഞ്ഞത്. പറഞ്ഞത് ആ കിടന്ന് അണ്ണാക്കിനോട്ടിട്ടില്ല. ചെറുക്കനെത്തി. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. അവർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ കാണുന്നേ. ആ മോളെ, അവനെത്തി.
എത്ര വരെ പഠിച്ചു എന്ന്? അച്ഛൻ സഹായിച്ചത് കൊണ്ട് ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റില്ല. അച്ഛൻ എന്ത് സഹായിച്ചു? 8ാം ക്ലാസ്സിൽ വെച്ച് തന്നെ അച്ഛൻ എന്റെ പഠിത്തം ഒന്ന് നിർത്തി. എന്നിട്ട് 864 എറണാകുളം ലോ കോളേജിൽ നിന്ന് LLB എടുത്ത് ഞാൻ പുറത്തു ചാടി. എറണാകുളം ലോ കോളേജിൽ നിന്ന് LLB അടിച്ചു മാറ്റിയത് നീയാണ്. അതെ, എല്ലാം ഫെർണാണ്ടസ്, ക്രിസിസ് ഓഫ് ഫെർണാണ്ടസ്. എടീ, Don't touch me. ഞാൻ നീ എന്നെ ചീത്ത വിളിച്ചല്ലേ? എടീ, സത്യവും നീതിയും കാത്തു സൂക്ഷിക്കുന്ന ഒരു അതാണ് ഞാൻ. കല്യാണം വേറെ കാര്യം വേറെ. എടീ, വിജയമാടായി ജോലി ചെയ്തതാണ് ഞാൻ. ചുമ്മാതല്ലേ വന്നപ്പോ ഒരു വാട. എടീ, സത്യവും നീതിയും കാത്തു സൂക്ഷിക്കുന്ന ഒരു അങ്ങനെ ഞാൻ പറഞ്ഞു വിളിച്ചത്. സൂപ്രണ്ട് ഓഫ് പോലീസ്. അതെ, അതാണ് ഞാൻ. വാടിയുടെ എന്താ മോളെ ഇവിടെ? എന്താ ഒരു ബഹളം? എല്ലാവരും കൂടി എന്നെ പറ്റിക്കേണ്ടല്ലേ? എന്താ കാര്യം? നിങ്ങളുടെ മകൻ ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയാണ്. അവൾ എറണാകുളം ലോ കോളേജിൽ നിന്ന് LLB അടിച്ചു മാറ്റണം. വേണ്ട മോളെ, നീ ഇത്രയും LLB എടുത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നുമ്പോ ഞങ്ങൾ ഇവിടെ പട്ടിണിയായിരുന്നു മോളെ. വേണ്ട മോളെ, ഈ ഇത്രയും LLB ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു കഷ്ണമേ ഞങ്ങൾക്ക് തരാമായിരുന്നു. പിന്നെ അച്ഛൻ എന്നെ പഠിക്കും കോളേജിൽ മേടിക്കാൻ വിട്ടപ്പോൾ പഠിക്കാൻ കോളേജ് മേടിക്കണം. മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ വിട്ടപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു സാധനമാ ഈ LLB. പദത്രി, ഞാൻ നിന്നോട് പറഞ്ഞു നീ അതവിടെ നിർത്തണം. രണ്ടാമത് നിന്റെ അച്ഛനോട് നീ പറഞ്ഞു നിനക്കത് കിട്ടിയതാണ്. ഇനി നീ നാട്ടുകാരോട് പറയും നീ അത് കണ്ടിട്ട് പോലില്ലെന്ന് പറയും. ഞാനൊക്കെ എതിർത്താലും വേണ്ട കൈക്കൂട്ടക്കാരനെ സഹായിക്കാൻ വന്നാലും ഈ സുപ്രം എന്റെ പൊന്നു ദൈവമേ, ഈ പോലീസ് നിന്നെ വെറുതെ വിടുത്തടി. വാടിയവിടെ ഇങ്ങോട്ട് പോയി പറയട്ടെ, ശ്രദ്ധിച്ചു കേട്ടോളണം. എനിക്ക് പലിശ വേണ്ട. എന്താ പറഞ്ഞത്? പലിശ വേണ്ടെന്ന്. കണ്ടോ കണ്ടോ മാധവി, നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കണ്ടിട്ട് വാസുവിന് പലിശ വേണ്ട. എല്ലാവരും പറ പലിശ വേണ്ടെന്ന്. വാസുവിന് പലിശ വേണ്ടെന്ന്. വാസുവിന് പലിശ വേണ്ടെന്ന്. വാസുവിന് പലിശ വേണ്ടെന്ന്. വാസുവിന് പലിശ വേണ്ടെന്ന്. അല്ല വാസു, അപ്പൊ മുതലോ? മുതലല്ലേ ഈ നിൽക്കുന്നത്. തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. വാസു, അന്തസ്സും അഭിമാനമുള്ള കുടുംബമായത്. തള്ളെ കൊണ്ടുപോയി